നമസ്കാരം. ഞാൻ ഡോക്ടർ അൻഡു, കഴക്കൂട്ടം അൽഹിബ ഐ ഹോസ്പിറ്റലിലെ നേത്രരോഗ വിഭാഗത്തിലെ ഡോക്ടറാണ്. ഇന്ന് ഞാൻ ഡയബറ്റിക് റെറ്റിനോപ്പതിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് എത്തിയിരിക്കുന്നത്. എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി അഥവാ എന്താണ് ഡയബറ്റിസ്? ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ക്രമാതീതമായിട്ട് ഷുഗറിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ വെച്ചിട്ട് ആ ഷുഗറിന്റെ അളവ് കുറയ്ക്കാൻ പറ്റുന്നില്ല. ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 140 മുകളിൽ പോവുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ 200 മുകളിൽ പോവുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു പേഷ്യന്റ് ഡയബറ്റിസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അതേപോലെ കണ്ണിലെ ചെറിയ രക്തക്കൊഴലുകളെ ബാധിക്കുമ്പോഴാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകുന്നത്. ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണിലെ ചെറിയ രക്തക്കൊഴലുകൾ അടയുവാനും കണ്ണിലെ രക്തക്കൊഴലുകളുടെ ആവരണം ചെയ്യുന്ന ഒരു പാളി അല്ലെങ്കിൽ മതിൽ അതിലുണ്ടാകുന്ന വീക്ക്നെസ് കാരണം അതിലൂടെ രക്തത്തിലുള്ള പ്രോട്ടീനും ലിപ്പിഡ്സും ഒക്കെ ലീക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. ഈ ലീക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണിന്റെ കാഴ്ച ഞരമ്പിൽ അഥവാ റെറ്റിനയിലുള്ള ചില ഭാഗങ്ങളിൽ നീരുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ രക്തക്കുഴലിന്റെ ഉള്ളിൽ അടവുണ്ടാകുമ്പോൾ അത് സപ്ലൈ ചെയ്യുന്ന ഏരിയയിലേക്കുള്ള രക്തഓട്ടം കുറയുവാനും നിലയ്ക്കുവാനും സാധ്യതയുണ്ട്. ആ രക്തഓട്ടം കുറയുന്നത് മൂലം ഓക്സിജന്റെ അളവ്, അവിടെ ഉള്ള കോശങ്ങൾക്ക് കിട്ടുന്ന ഓക്സിജന്റെ അളവ് വളരെ കുറയാനും സാധ്യതയുണ്ട്. അതേപോലെ കണ്ണിന്റെ ഞരമ്പിന്റെ ഏറ്റവും കാഴ്ച വേണ്ട ഭാഗമാണ് മാക്യുല. ഇതിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ വരുന്ന പിന്നൊരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് മാക്യുലർ എഡിമ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ഏറ്റവും കാഴ്ച വേണ്ട ഭാഗമായിട്ടുള്ള മാക്യുലയിൽ ഉണ്ടാവുന്ന നീർക്കെട്ട്. അങ്ങനെ വരുമ്പോഴും ഒരുപാട് കാഴ്ചയിൽ ബുദ്ധിമുട്ട് വരാം. എന്തെല്ലാമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ രോഗലക്ഷണങ്ങൾ? ഇനിഷ്യലി തുടങ്ങുന്ന സ്റ്റേജസിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കണ്ണിന്റെ ഏറ്റവും കാഴ്ച വേണ്ട ഭാഗത്ത് നീര് വരുമ്പോൾ, മാക്യുലർ എഡിമ പോലെ വരുമ്പോൾ ചിലപ്പോൾ കാഴ്ച മങ്ങൽ വരാം. ചിലപ്പോൾ ഒരാളുടെ മുഖം തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് വരാം. ഒരു പർട്ടിക്കുലർ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ബ്ലർഡായിട്ട് പോയിന്റ് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ നടുക്ക് ഒരു ഭാഗത്ത് മാത്രം ഒരു ഇരുണ്ട ഒരു സ്പോട്ട് പോലെ കാണാം. അല്ലെങ്കിൽ പാച്ചി ആയിട്ട് പല പല ഭാഗങ്ങളിൽ ചെറിയ ഇരുണ്ട സ്പോട്ടുകൾ പോലെ ഇടയ്ക്ക് മാത്രം ക്ലിയർ ആയിട്ടുള്ള ഭാഗങ്ങൾ അങ്ങനെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ കണ്ണിന്റെ ഉള്ളിൽ വിട്രിയസ് ഹെമറേജ് പോലുള്ള കോംപ്ലിക്കേഷൻ വന്നിട്ട് ബ്ലീഡിങ് വരുവാണെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് ക്ലോട്ട് ഇങ്ങനെ കണ്ണിന്റെ ലെൻസിന്റെ പുറകിൽ ഒരു ജെല്ല് പോലെ ഒരു വിട്രിയസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്തേക്കാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഈ ബ്ലഡിന്റെ നിഴലടിക്കുന്നത് കാരണം കറുത്ത എന്തോ ഇങ്ങനെ ഓടുന്ന പോലെ, കൊതു പറക്കുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നാം. അങ്ങനെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ പൊടുന്നനെ ഉണ്ടാകുന്ന കാഴ്ച മങ്ങൽ, നല്ല രീതിയിൽ ഒരു ബ്ലീഡിങ് വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടുന്നനെ ഒരു കാഴ്ച മങ്ങൽ ഉണ്ടാവാം. പിന്നെ കണ്ണിന്റെ പ്രഷർ കൂടുന്നത് കാരണം കണ്ണിന് ചോപ്പോ വേദനയോ അസഹ്യമായിട്ടുള്ള കണ്ണുവേദനയും തലവേദനയും ആയിട്ടും പ്രസന്റ് ചെയ്യാം. പിന്നെ സാധ്യതയുള്ളത് കണ്ണിന്റെ കാഴ്ച ഞരമ്പ് വിട്ടുപോകുക. കാഴ്ച ഞരമ്പ് വിട്ടുപോകുകയാണെങ്കിൽ ചിലപ്പോൾ രോഗിക്ക് ചിലപ്പോൾ മിന്നലടിക്കുന്ന പോലത്തെ എന്തോ ഇങ്ങനെ കറുത്ത ഫ്ലാഷസ് അടിക്കുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് രോഗലക്ഷണങ്ങൾ. ഒരു റൂട്ടീൻ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് കണ്ണിന്റെ കാഴ്ച ഞരമ്പ് പരിശോധിക്കാനായിട്ട് പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്തിട്ട് നോക്കുമ്പോഴായിരിക്കും കുറെ ഡയബറ്റീസിന്റെ ചേഞ്ചസ് കാണുന്നതും. ആ സമയത്തായിരിക്കും നമ്മളൊരു ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ പേഷ്യന്റ് ഷുഗർ ലെവൽ കൂടുതലാണെന്നും ഡയബറ്റീസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അതേപോലെ ഷുഗർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും അത്യാവശ്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിഷ്യലി വലിയ ലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല, പേഷ്യന്റ് തോന്നണമെന്നില്ല. പക്ഷെ ഒരു സ്ക്രീനിങ് വഴി നമുക്ക് കണ്ണിന്റെ ഉള്ളിലെ കാഴ്ച ഞരമ്പിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വരെ കണ്ടുപിടിക്കാൻ പറ്റും. കൃഷ്ണമണി വികസിപ്പിച്ചിട്ട് കണ്ണിന്റെ ഞരമ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ട്രീറ്റ്മെന്റ് വരുന്ന ഒരു സ്റ്റേജ് എത്തുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഇയർലി വർഷത്തിലൊരിക്കലെങ്കിലും ഉള്ള ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ്, അതായത് മരുന്നൊഴിച്ച് കണ്ണിന്റെ ഫണ്ടസ് പരിശോധിക്കുന്നത് വഴി നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും തക്കതായിട്ടുള്ള ആ സമയത്ത് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാനും സാധിക്കും. ആരെയൊക്കെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കാവുന്നത്? ഡയബറ്റിക് റെറ്റിനോപ്പതി കൂടാനുള്ള റിസ്കുകൾ എന്ന് പറയുന്നത് ഏത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, ഉദാഹരണത്തിന് കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളതിൽ വരുന്ന ഡയബറ്റീസ്, ടൈപ്പ് 1 ഡയബറ്റീസ്, കുട്ടികളെ ബാധിക്കുന്ന ടൈപ്പ് 1 ഡയബറ്റീസ്, അഡൾട്ട്സിനെ ബാധിക്കുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്, മാത്രമല്ല പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റീസ്, പിന്നെ BP ഉള്ളവർ, അമിതമായിട്ട് പ്രഷർ കൂടുതലുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെയാണ് പെട്ടെന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ചേഞ്ചസ് വരാൻ സാധ്യതയുള്ള ആളുകൾ. കാഴ്ചയെ ബാധിക്കുന്ന മറ്റു പല രോഗങ്ങളെയും പോലെ ചിലപ്പോൾ പല രോഗങ്ങൾക്കും ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ച വീണ്ടെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാഴ്ച നമുക്ക് ചിലപ്പോൾ വീണ്ടെടുക്കാൻ പറ്റിയെന്ന് വരില്ല.
അപ്പം അത് സ്ക്രീൻ ചെയ്ത് എത്രയും നേരത്തെ കണ്ടുപിടിച്ച് എത്രയും നേരത്തെ അതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയത്തുള്ളൂ. പക്ഷെ പലർക്കും കണ്ണ് നഷ്ടപ്പെട്ടിട്ട് അത് കാരണം അതൊരു ജീവിതത്തിൽ സ്ട്രെസ്സും മെന്റൽ ട്രോമയും ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ, കൊളസ്ട്രോൾ ലെവല്, BP, ഇത് മൂന്നും നല്ല സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ എല്ലാവർക്കും ഡയബറ്റീസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും നല്ലൊരു അറിവാണ് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും മാക്സിമം ജീവിതശൈലിയിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി കഴിവതും ഡയബറ്റീസ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക. ഇനി ഡയബറ്റീസ് ഉള്ളവര് പ്രോപ്പറായിട്ട് എല്ലാ വർഷവും ഒരു സ്ക്രീനിങ് ചെയ്ത് അസുഖം കണ്ണിന് ഞരമ്പിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പാക്കുക.